ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇൻവിൻസിബിൾ കോമിക് ഇഷ്യൂ 1 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ഈ സ്റ്റോറി നിങ്ങളെ ഞെട്ടിക്കും. മാർക്ക് ഗേഴ്സൺ എന്ന 17 വയസ്സുകാരൻ എങ്ങനെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ സൂപ്പർ ഹീറോ ആകുന്നു എന്ന് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇഷ്യൂ 2 വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ ഒരു ബോംബ് മേത്തിട്ടുള്ള ഒരാളെ മേലേക്ക് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ സൂപ്പർ ഹീറോ അയാളോട് പറയാണ്, നിനക്കറിയോ നീ എന്റെ ആഫ്റ്റർനൂൺ നശിപ്പിച്ചു. എന്നിട്ട് അവൻ അയാളെയും കൊണ്ട് കൂടുതൽ മേലോട്ട് പറക്കാണ്. ഇപ്പൊ നിന്നെ എനിക്ക് തനിച്ച് കിട്ടിയ സ്ഥിതിക്ക് എന്നും പറഞ്ഞിട്ട് അവനെ മേലിൽ നിന്ന് തന്നെ പൊട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സൂപ്പർ ഹീറോ മഞ്ഞിൽ വീഴുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൂപ്പർ ഹീറോ ഒരു പോറലും ഇല്ലാതെ തിരിച്ചു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനിത് ഇങ്ങനെ തുടർന്നാൽ എനിക്ക് നെഞ്ചുവേദന വരും. പിന്നെ കാണിക്കുന്നത് 4 മാസത്തിന് മുന്നാണ്. അപ്പൊ അവന്റെ അമ്മ പറയാണ്, നീ ഇത് ഇങ്ങനെ തുടർന്നാൽ നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എന്റെ അമ്മേ, ഞാനൊരു കോമിക് ബുക്ക് വായിക്കാണ്, 1 മിനിറ്റിനുള്ളിൽ ഞാൻ പുറത്തു വരാം. എന്നാ നീ കോമിക് ബുക്ക് വായിക്കുന്നത് നിർത്തിയിട്ട് പോയി ഒരുങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ നീ സ്കൂളിൽ പോയാൽ ലേറ്റ് ആവും. അപ്പൊ അവൻ, പേടിക്കണ്ട, ഞാൻ വൈകില്ല. എന്നിട്ട് അവൻ പറഞ്ഞ പോലെ നേരം വൈകാതെ തന്നെ റെഡിയായി വന്നു. അപ്പൊ അമ്മ പറയുന്നു, 10 മിനിറ്റ് മുന്നേ ഒരുങ്ങിയല്ലേ, ഞാൻ വെറുതെ നിന്നെ സംശയിച്ചു. അപ്പൊ അവൻ പോണേന് മുന്നേ ചോദിക്കാണ്, അച്ഛൻ ഇവിടെ ഇന്നലെ രാത്രി വന്നിരുന്നു. അപ്പൊ അമ്മ, ഇല്ല, പുള്ളിക്കാരൻ ഇപ്പോഴായിട്ട് വർക്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അയാൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയാണ് അമ്മ. അപ്പൊ മോൻ പറയാണ്, TV ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. അപ്പൊ അമ്മ അത് ഓൺ ചെയ്തു കൊടുത്തു. അപ്പൊ ന്യൂസിൽ പറയാണ്, തായ്വാന്റെ ഒരു ഭാഗം പിടിച്ചടക്കാൻ ഡ്രാഗൺ പോലത്തെ ഭീകരജീവിയെ ഉപയോഗിക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ പറയാണ്, ഈ ബ്ലറായ ഫോട്ടോയിൽ കാണുന്ന മങ്ങിയ രൂപം മറ്റാരുമല്ല, അത് സേവിയർ ഓഫ് ദ ഡെമോക്രസിയായ ഒമ്നിമാൻ ആണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കണ്ടു നിന്നവർ പറയുന്നു, ഏതാണ്ട് 10 മണിക്കൂറോളമായി ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് ഇത് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ തകർത്ത് കളഞ്ഞു. അപ്പൊ മോൻ, ഇപ്പൊ അച്ഛൻ എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ആ മനുഷ്യൻ എനിക്ക് നല്ല വല്ലതും കൊണ്ടുവരായിരിക്കും, ഞാൻ ഇതുവരെയും തൈവാനിൽ പോയിട്ടില്ല എന്ന് അമ്മ. പിന്നെ കാണിക്കുന്നത് അവന്റെ സ്കൂളാണ്. അവിടെ അവന്റെ ഫ്രണ്ട്, ഹേയ് മാർക്ക് വെയിറ്റ്. അപ്പൊ മാർക്ക് തിരിഞ്ഞിട്ട് പറയാണ്, ഹേയ് വില്യം, സുഖാണോ? നമ്മ കുറച്ച് പേര് ഇന്ന് രാത്രി ഷനാനിഗാൻസിൽ പോകുന്നുണ്ട്, ഒന്ന് കറങ്ങാൻ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ് വില്യം മാർക്കിനോട്. ഇല്ല മാൻ, എനിക്ക് 20 മിനിറ്റിനുള്ളിൽ ബർഗർ മാർട്ടിൽ എത്തണമെന്ന് പറയാണ് മാർക്ക്. ഓ, ഞാൻ മറന്ന് നിനക്ക് ആ തേങ്ങ ജോലിയുള്ളത് എന്നും പറയാണ് വില്യം. പിന്നെ കാണാന്ന് പറഞ്ഞു പോവാണ് മാർക്ക്. അപ്പൊ അവിടുത്തെ ജോലിയുടെ ഇടയിൽ വേസ്റ്റ് ഒക്കെ മാർക്ക് തട്ടാൻ വന്നപ്പോ മാർക്ക് ഒരു വേസ്റ്റിന്റെ ചക്ക് എറിഞ്ഞപ്പോൾ അത് നല്ല ഹൈറ്റിൽ പോയി വീണു. അപ്പൊ മാർക്ക് ഞെട്ടാണ്. എന്നിട്ട് പറയാണ്, ടൈം ആയിരിക്കുന്നു. പിന്നെ മാർക്കിന്റെ വീടാണ് കാണിക്കുന്നത്. നമുക്ക് കഴിക്കാൻ തുടങ്ങാം, അയാൾ ഇപ്പൊ അടുത്തൊന്നും വീട്ടിൽ വരുമെന്ന് തോന്നുന്നില്ല എന്ന് അമ്മ. അപ്പൊ മാർക്ക്, എനിക്ക് ഇന്ന് നല്ല പൊളി ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ഒരു കാറ്റിന്റെ വേഗതയിൽ ഒമ്നിമാൻ അവിടെ വരാണ്, അതായത് അവരുടെ തന്ത. എന്നിട്ട് ഒമ്നിമാൻ പറയാണ്, സോറി, ഞാൻ ലേറ്റ് ആയി. വരുന്ന വഴിക്ക് ഈജിപ്തിൽ എൻചാന്റഡ് ഫ്ലഡ് ഉണ്ടായിരുന്നു, ഞാൻ അത് ഡീൽ ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഡ്രാഗനെ എന്ത് ചെയ്തു? ഞാൻ ഒറാശം അതിന്റെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചതോടെ പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അത് കണ്ടുപിടിക്കുന്നത് വരെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യലായിരുന്നു പാട് എന്ന് പറയാണ് ഒമ്നിമാൻ. അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങളുടെ പബ്ലിഷർ വിളിച്ചിരുന്നു, കഥ ഏതുവരെ ആയെന്ന് ചോദിക്കാനാണ് ആ പുള്ളി വിളിച്ചത്. ഞാൻ നിങ്ങൾ ഏതോ റിസർച്ച് ട്രിപ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ വീക്കെൻഡിൽ ഒരു ലീവ് എടുക്കണമെന്ന്. എന്നിട്ട് അവർക്ക് വേണ്ടി ബുക്ക് എഴുതണം. എനിക്ക് 1-2 സ്പെയർ കീബോർഡ് വാങ്ങേണ്ടി വരും എന്ന് പറയാൻ ഒമ്നിമാൻ. അപ്പൊ അമ്മ, നേരത്തെ മാർക്ക് പറഞ്ഞ കാര്യത്തിന് ഇപ്പൊ റിപ്ലൈ കൊടുക്കാണ്. അപ്പൊ നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു മാർക്ക്? ഫൈൻ, ഞാൻ വിചാരിക്കുന്നു എനിക്ക് അവസാനം സൂപ്പർ പവർ കിട്ടിയെന്ന്. അപ്പൊ അമ്മ, അത് പൊളിച്ചു എന്ന് പറഞ്ഞ് നീ ആ പൊട്ടാറ്റോ ഒന്ന് എടുത്തേ എന്ന് പറഞ്ഞ അമ്മ വലിയ മൈൻഡ് ഇല്ലാതെ പറയുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് മാർക്ക് വീടിന്റെ മേലെ നിന്ന് പറയാണ്, അച്ഛൻ പറഞ്ഞത് ഇതൊരു റിഫ്ലക്സ് ആണെന്നാണ്. അപ്പൊ എനിക്ക് പറക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ചാടുമ്പോ നടക്കും. എനിക്ക് അച്ഛന്റെ ഇൻവൾണറബിലിറ്റി ഉള്ളിടത്തോളം കാലം ഞാൻ നിലത്ത് പോയി വീണാലും എനിക്ക് വേദന എടുക്കില്ല. പക്ഷെ എനിക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഞാൻ ഇൻവൾണറബിൾ അല്ല. എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് മാർക്ക് ചാടാണ്. അപ്പൊ പെട്ടെന്ന്, ഓ പോളീസാണ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പറന്നു പോകുന്നു. അങ്ങനെ മാർക്കിന് പവർ കിട്ടിയിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് 3 പേർ ഓടുന്നതാണ്. അതിൽ ആ കല്ല് പോലത്തെ മനുഷ്യൻ പറയാണ്, ബോയ്സ്, നമ്മ ശരിക്കും അത് നശിപ്പിച്ചു എന്ന് പറയാണ്. അപ്പൊ ആ 2 പേരിൽ ഒരാൾ, നമ്മളോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് എന്റെ കുഴപ്പമാണ് ആ പോലീസ് പെട്ടെന്ന് വന്നത്, ഇതൊരു ഡയമണ്ട് ഐസ്റ്റ് ആണ്, നമുക്കറിയാം അവിടെ പോലീസ് ഉണ്ടാവുമെന്ന്, പിന്നെ എന്തിനാണ് നിന്നെ നമ്മ കൊണ്ടുപോയത് എന്ന് നീ വിചാരിക്കുന്നത് എന്ന് ഇവൻ കല്ല് മനുഷ്യനോട് പറയാണ്. നീ അവിടെ പോലീസിനെ മാനേജ് ചെയ്യും, അപ്പൊ നമുക്ക് പോവാനുള്ള വഴി റെഡിയാക്കാം, നീ നമ്മളൊപ്പം ഓടി വരലേടാ പൊട്ട എന്ന് പറയാണ് ഇവൻ ആ കല്ല് തലയനോട്. ബുള്ളറ്റ് എന്റെ മേത്ത് നിന്ന് തെറിച്ചു പോകുമെങ്കിലും അത് മുതുകത്ത് ചൊറിയുന്ന പോലെയല്ല, അവിടെ 6 പോലീസുകാർ വെടിവെക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്, അവർക്ക് നമ്മളെ പിടിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് കല്ല് മനുഷ്യൻ. അപ്പൊ അവൻ, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ആ ഫെൻസ് കടന്നു പോകാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കല്ലുതലയൻ ഇവരെയും കൊണ്ട് ആ ഫെൻസ് ചാടി കടക്കാണ്. പെട്ടെന്ന് ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ട ഒരാൾ ആ കല്ലുതലയനെ അടിക്കാണ്. കല്ലുതലയനെ വീണ്ടും വന്ന് ചവിട്ടുകയാണ്. അപ്പൊ
കല്ലുതലേ, നീ ഏതാണെന്ന് പറഞ്ഞ് അവനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. നീ ഞങ്ങളെ തടയാൻ വന്നതാണോ അതോ നമ്മളെ മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് ഓറഞ്ച് ആളോട് ചോദിക്കുകയാണ് കല്ലുതലയൻ. ഒന്നും പറയാതെ ആ കല്ലുതലയന് നല്ലൊരു ഇടി തന്നെ വെച്ച് കൊടുക്കുകയാണ്. അവൻ ആ കല്ലുതലയന്റെ ആ കല്ല് വരെ പൊളിച്ചു കളഞ്ഞു. ആ ഇടി കൊടുത്ത ശേഷം കല്ലുതലയനെ നോക്കൗട്ട് ചെയ്യാണ് ഇവൻ. എന്നിട്ട് ഇവൻ ആ ഇടിക്ക് സോറി ചോദിക്കുകയാണ്. ഈ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പാണ് എന്റെ ഇന്റൻഷൻ ഇപ്പോ ക്ലിയർ ആണ്. അപ്പോ ഒമ്നി മാൻ വന്നിട്ട് പറയാണ്, ദൈവത്തെ ഓർത്ത് നീ ഈ ഇട്ടേക്കുന്നത് എന്താണ്? പിന്നെ ഇത് ചെയ്യുന്നത് ഇത്തിരി നേരത്തെ ആയില്ലേ? നിനക്ക് നിന്റെ ശക്തികൾ കിട്ടിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരാഴ്ച? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മാർക്കാണെന്ന്. അപ്പൊ മാർക്ക് ശരിക്കും 2 ആഴ്ചയായി. ഞാൻ ഇപ്പോഴും ഇത് ശീലിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ പറക്കാൻ ട്രെയിൻ ചെയ്യുമ്പോൾ ആളുകൾ എന്നെ മനസ്സിലാക്കാതിരിക്കാനാണ് ഞാൻ ഇത് ഇടുന്നത്. എനിക്ക് ആ കള്ളന്മാരെ കണ്ടപ്പോൾ അവരെ വെറുതെ വിടാൻ തോന്നിയില്ല. അപ്പൊ തന്തപ്പാടി പറയാണ്, നീ ഇങ്ങനെ കോമാളിയുടെ ഡ്രസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞാൻ സമ്മതിക്കൂല. ഈ ഉറങ്ങുന്ന സുന്ദരന്മാരെ കൊണ്ടുപോകാൻ പോലീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേഗം വാ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയാണ് ഓംനി മാൻ മാർക്കിനോട്. അങ്ങനെ അവർ അവിടുന്ന് പറന്നു പോവാണ്. അപ്പൊ അവർ നേരെ വന്നത് ന്യൂക്ലിയർ പവർ സൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നിടത്തേക്കാണ്. അപ്പൊ ആ കിളവൻ പറയാണ്, കൂടെ ഒരു മുൻകരുതലിനായി എപ്പോഴെങ്കിലും ഒക്കെ ഇടാൻ നിന്റെ ആ സൂട്ടും ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ സീക്രട്ട് വർക്ക്ഷോപ്പ് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ ഓംനി മാൻ പറയാണ്, ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ ആ സൂട്ട് കാണിക്കാണ്. അപ്പൊ ആ കിളവൻ, ഇത് സോളാർ ബാറ്ററി ആണ്. നീ നിന്റെ അച്ഛനെ പോലത്തെ പവർ ഉള്ളവനാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് പണ്ട് ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും പറ്റുന്ന തെറ്റാണ്. അത് വിട്ടുകളയാൻ പറയാണ് ഒമ്നിമാൻ പുള്ളിയോട്. അപ്പൊ ഒമ്നിമാൻ പറയാണ്, കിഡ്ലോ കിഴക്കുള്ള പാലം തകർക്കാണ്, എനിക്ക് ഇപ്പോ തന്നെ പോകണമെന്ന് പറയാണ് പുള്ളി. നോർത്ത് വഴിക്ക് പൊക്കോ എന്ന് അയാൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒമ്നിമാൻ അവിടുന്ന് പോവാണ്. സോറി, അത് കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ശീലമായിക്കോളും എന്ന് പറയാണ് മാർക്ക് അയാളോട്. എന്നോട് നീ സോറി ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല. 4 വർഷമായി ഞാൻ നിന്റെ ഫാദറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നു. എനിക്ക് അറിയാം ഈ ഡ്രസ്സ് നോക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവനുണ്ട്. അപ്പൊ നിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഹോണസ്റ്റ് ആയി പറയാണ് പുള്ളിയെ പാർക്കിനോട്. എനിക്ക് അറിഞ്ഞൂടാ, ഇത് കണ്ടിട്ട് വലിയ ഐക്കോണിക് ആയൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ് മാർക്ക് പുള്ളിയോട്. എനിക്ക് നല്ലോണം മനസ്സിലായി. എല്ലാവർക്കും ഐക്കോണിക് ഡ്രസ് വേണം, പക്ഷെ അത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഐക്കോണിക് ആയ ഒന്ന് ഉണ്ടാക്കൽ നല്ല ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. പക്ഷെ നിന്റെ അച്ഛൻ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ നിന്റെ പേര് എന്തുവായെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. അത് എന്നെ സഹായിക്കും. നീ ഇതുവരെ നിന്റെ പേര് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ മാർക്ക്, ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. ഓക്കെ, നീ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നല്ല കുറച്ച് പേരുകൾ കണ്ടെത്താൻ നോക്ക്. എന്നിട്ട് ആ പേര് നോക്കി ഐക്കോണിക് ആയ സൂട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് പുള്ളി മാർക്കിനോട്. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാർക്കിന്റെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ടീച്ചർ പറയാണ്, പീരീഡ് തീരാൻ പോവാണ്, എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തു? ഇനിയും ടൈം വേണോ എന്ന് ചോദിക്കാണ് ടീച്ചർ. ബാക്കി വീട്ടിൽ പോയി ചെയ്താൽ മതി പിള്ളാരെ, പക്ഷെ ഈ സിമ്പതി ഇന്ന് രാത്രി വീട്ടിൽ പോയി ചെയ്യാതിരിക്കലേ എന്ന് പറയാണ് പുള്ളി പിള്ളാരോട്. അപ്പൊ അവിടെ ഒരു ചെക്കൻ പറയാണ്, ഇന്ന് രാത്രി എനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അവന്റെ അടുത്ത് നിൽക്കുന്ന പെണ്ണ് പറയാണ്, ഞാൻ വിചാരിച്ചു നമ്മ പിസ കഴിക്കാൻ പോവാണെന്ന്. അപ്പൊ അവൻ പറയാണ്, ട്രസ്റ്റ് മീ ബേബ്, ഞാൻ പിസക്ക് വേണ്ടിയല്ല വരുന്നത്. അപ്പൊ ടീച്ചർ പറയാണ്, ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവിടെ നിൽക്കാമോ ഡെറക്? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ ഡെറക് അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തത് എന്നും പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു ചെക്കൻ വേറൊരു ചെക്കനോട്, നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് അത് വീണ്ടും പറയാൻ പറ്റുന്നു? ഇപ്പോ എന്നെ മുഖത്ത് നോക്കി പറയാൻ പറയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ പയ്യൻ പറയാണ്, എന്നെ ഒന്ന് വെറുതെ വിടും, ഞാൻ നിന്റെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോ അത്രക്ക് ധൈര്യമുണ്ടോ നിനക്ക്? അപ്പൊ മാർക്ക് പറയാണ്, ഹേയ് മാൻ, അവൻ പറയുന്ന പോലെ അവനെ വെറുതെ വിട്ടേക്ക്. നീ ഇവിടെ എന്താണ് തെളിയിക്കാൻ നോക്കുന്നത്? അപ്പൊ അവൻ മാർക്കിനോട് പറയാണ്, എന്താ നിന്നെയും കൂടി ഞാൻ ഇതിൽ ചേർക്കണം എന്നും പറഞ്ഞ് ഇത് എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് മാർക്കിനെ അവൻ തള്ളുന്നു. പിന്നെ മാർക്ക് ഒന്നും നോക്കിയില്ല, ഭിത്തിയോട് ചേർക്കാണ് അവനെ. പിന്നെ മാർക്ക് പറയാണ്, പിന്നെയും അവനെ ശല്യപ്പെടുത്താൻ പോവരുത് എന്ന് വാണിംഗ് ആയി പറയാണ് മാർക്ക് അവനോട്. അപ്പൊ അവിടത്തെ ഒരു ലേഡി വന്ന് ചോദിക്കാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? പിന്നെ കാണിക്കുന്നത് ഓഫീസ് റൂമിലാണ്. പ്രിൻസിപ്പൽ ഓഫീസിൽ, ഗ്രേസ് ആണ്, ഒന്ന് പറയേ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പൊ നമ്മുടെ മാർക്ക്, അവൻ എന്റെ അടുത്ത ലോക്കറിലുള്ള സ്റ്റീവ് വൈറ്റിനെ ശല്യം ചെയ്യുകയായിരുന്നു. ഞാൻ അവനോട് സ്റ്റീവിനെ വെറുതെ വിടാൻ പറഞ്ഞു. അപ്പൊ അവൻ എന്നെ തല്ലി. അപ്പൊ അവനെ ഞാനും തല്ലി. ഞാൻ അവനെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അപ്പൊ പ്രിൻസിപ്പൽ പറയാണ്, അവൻ തല്ലുണ്ടാക്കിയ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്, നിനക്ക് അത് ഇല്ല. നീ ഒരു നല്ല കുട്ടിയാണ് മാർക്ക്, നീ അങ്ങനെ ആവരുത്. അപ്പൊ മാർക്ക് പറയാണ്, അതിനെക്കുറിച്ച് പേടിക്കണ്ട, ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്. ഞാൻ ഒരു നല്ല കോളേജിൽ അടുത്ത വർഷം പോകും. എനിക്ക് അറിയാം ഇത് എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന്. എനിക്ക് ഇഷ്ടമല്ല പിള്ളേരെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാണ് മാർക്ക്. അപ്പൊ പ്രിൻസിപ്പൽ, എനിക്ക് മനസ്സിലാവും, ശരിക്കും പറഞ്ഞാൽ നീ ചെയ്തതാണ് ശരി, പക്ഷെ നീ വല്ല ടീച്ചേഴ്സിനെയും പോയി കാണണമായിരുന്നു.
ആ പയ്യന് നിന്റെ ഡബിൾ സൈസ് ഉണ്ട്. ഇവിടെയുള്ള മറ്റു കുട്ടികളെ സംരക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമല്ല. പിന്നെയും പറയാണ് നീ ഇൻവിൻസിബിൾ അല്ല എന്ന് പറയാണ് സാർ. അപ്പൊ ഇവന് ആ പേര് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇൻവിൻസിബിളിന്റെ അർത്ഥം ആർക്കും തൊടാൻ പറ്റാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു ബാങ്കാണ്. അവിടെ 3 കള്ളന്മാർ ഗണ്ണും കൊണ്ടുവന്ന് പറയാണ് ആരും അനങ്ങരുത്, നിങ്ങളുടെ ജീവനല്ല നമുക്ക് വേണ്ടത്, നിങ്ങളുടെ പൈസയാണ് വേണ്ടത് എന്ന് ഒരു കള്ളൻ പറയാണ്. അപ്പൊ അവിടുത്തെ ഒരു ബാങ്ക് എംപ്ലോയി ഇതിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ മൊത്തം ആ കള്ളന്മാർക്ക് കൊടുക്കാണ്. അങ്ങനെ ആണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. കമോൺ ബോയ്സ്, നമുക്ക് പോവാം. വേഗം വാ, പോലീസ് ഇപ്പൊ എത്താറായിട്ടുണ്ടാവും എന്ന് ഒരുത്തൻ മറ്റവനോട് പറയാണ്. അതും പറഞ്ഞ് അവരവരുടെ വാനിന്റെ അവിടെ എത്തുമ്പോൾ ഒരു സൂപ്പർ ഹീറോ അവരുടെ വാൻ പൊക്കി പിടിച്ചിട്ട് ചോദിക്കാണ്, നിങ്ങൾ ഇതിനെയാണോ നോക്കുന്നത്? അപ്പൊ കള്ളന്മാര് പറയാണ്, നീ നിലത്ത് ഇടോ അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യണോ? അപ്പൊ അവൻ പറയാണ്, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, കാരണം ഞാൻ ഇൻവിൻസിബിൾ ആണ് എന്നും പറഞ്ഞ് ഈ ഫസ്റ്റ് ഇഷ്യൂ തീരാണ്. ഇത് വെറും ഇഷ്യൂ 1 മാത്രമാണ്. ഇഷ്യൂ 2 നടക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇൻവിൻസിബിളിന്റെ ഈ കഥ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി വരുന്നത് വളരെ ഡാർക്ക് ആണ്. ഇഷ്യൂ 2 എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വളരെ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്.